ഹലോ, എന്തിനാണ് കോളേജിൽ പോയി പഠിക്കുന്നത്? ഡിഗ്രി നേടാൻ. എന്തിനാണ് ഡിഗ്രി നേടുന്നത്? ജോലി നേടാൻ, അല്ലേ? പക്ഷേ നമ്മുടെ ലോകത്തുള്ള ഭൂരിഭാഗം ആൾക്കാരെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പഠിച്ച ഏരിയയിലാണോ അവർ ജോലി ചെയ്യുന്നത്? അതായത് BSc കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾ അതിൽ തന്നെയാണോ ജോലി ചെയ്യുന്നത്? BA ഹിസ്റ്ററി കഴിഞ്ഞ ഭൂരിഭാഗം ആളുകളും ഒരു ഹിസ്റ്റോറിയൻ ആയിട്ടാണോ അല്ലെങ്കിൽ ഹിസ്റ്ററി ടീച്ചേഴ്സ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തമ്മിലും നമ്മൾ ജോലി ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ലോകത്തിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഈ പുതിയ കാലത്ത് നമ്മൾ എന്തെല്ലാം സ്കിൽസ് അക്വയർ ചെയ്യണം എന്നുള്ളതും അതോടൊപ്പം എവിടേക്കാണ് കൂടുതൽ ജോലികൾ ആഡ് ചെയ്യപ്പെടുന്നത്, എവിടേക്കാണ് കൂടുതൽ ജോലികൾ കുറയുന്നത് എന്നുള്ളതാണ്. വളരെ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും ഇന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ റിവീൽ ചെയ്യുന്നതാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ആധാരമാക്കിയിട്ടുള്ളത് 2023 വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ട ഫ്യൂച്ചർ ഓഫ് ജോബ് സർവേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ജോലികൾ 2018 മുതൽ 2022 വരെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 5 വർഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഏത് മേഖലയിലാണ്? പലപ്പോഴും ഉത്തരം പല ആളുകളും പറയാൻ സാധ്യത, ഞാനത് റിവീൽ ചെയ്യുന്നതിന് മുമ്പ് പറയാൻ സാധ്യത എന്തായിരിക്കും? അത് ടെക്നോളജിയിലായിരിക്കും, അത് കമ്പ്യൂട്ടർ സയൻസിലായിരിക്കും എന്നൊക്കെയാണ്. എന്നാൽ നിങ്ങൾ ഇവിടെ നോക്കുക, എവിടെയാണ് ഏറ്റവും കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്? സെയിൽസ് ഗ്രോത്ത് ആൻഡ് കസ്റ്റമർ എൻഗേജ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ജോലികൾ കഴിഞ്ഞ 5 വർഷമായിട്ട് വേൾഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. രണ്ടാമത് വരുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ടാലൻറ്റ് അക്വിസിഷനാണ്. മൂന്നാമതാണ് ടെക്നോളജി ആൻഡ് IT വരുന്നത്. നാലാമത്തേത് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. അഞ്ചാമത്തേത് പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസ് ആണ്. 6 സൈബർ സെക്യൂരിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ IT ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, ഇതാണ് ഇതിൽ വരുന്ന ഒരു കോർ സ്കിൽസ് വരുന്ന, അതായത് ഒരു ടെക്നിക്കൽ സ്കിൽസ് വരുന്ന ഏരിയ എന്നുള്ളത്. എന്നാൽ അതിനേക്കാൾ എത്രയോ അധികമാണ് ടോപ്പ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് സെയിൽസ് ഗ്രോത്ത് ആൻഡ് കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ഉള്ളത്, അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ടാലൻറ്റ് അക്വിസിഷൻ ഉള്ളത്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സെയിൽസ് ജോബ് ഉണ്ട്. പക്ഷേ സെയിൽസ് ഒഫീഷ്യലി പഠിച്ചിട്ടാണോ പല ആൾക്കാരും സെയിൽസിലെത്തുന്നത് അല്ലെങ്കിൽ കസ്റ്റമർ എൻഗേജ്മെൻറ്റിൽ എത്തുന്നത്? HR ജോബ്സ്, ടാലൻറ്റ് അക്വിസിഷൻ ജോബ്സ് ഒരുപാട് ലോകത്ത് കൂടി വരുന്നു. മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൂടി വരുന്നു. പക്ഷേ പല ആൾക്കാരും ഇതൊന്നും ഒഫീഷ്യലി പഠിക്കുന്നില്ല. ഇനി ഒരാൾ MBA പഠിക്കുകയാണെങ്കിൽ പോലും ഇതൊരു ഹാൻഡ്സ് ഓൺ ആയിട്ട് പഠിക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജോബ്സിൽ എത്തിപ്പെടുന്ന പല ആൾക്കാരും നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ വേരിയസ് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളായിരിക്കും. അവരൊന്നും ഇത് ചിലപ്പോൾ ഒഫീഷ്യലി പഠിച്ചവരാവില്ല. പക്ഷേ അവർക്കൊരു ഇൻബോൺ സ്കില്ലിനേക്കാൾ അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് സ്കില്ല് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് അവർ ഇത്തരം ജോബ്സിൽ എത്തിപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ലിങ്ക്ഡിൻ എടുത്ത് നോക്കുക. ലിങ്ക്ഡിൻ വലിയൊരു ജോബ് പോർട്ടലാണ്, അല്ലേ? അതേപോലെ തന്നെ വലിയൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കാണ്. ലിങ്ക്ഡിനിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ജോബ് പോസ്റ്റിങ്സ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോബ്സ് പോസ്റ്റ് ചെയ്യപ്പെട്ടത് ഏത് മേഖലയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ടാലൻറ്റ് അക്വിസിഷൻ അസോസിയേറ്റ്, അതായത് ടാലൻറ്റ് അക്വിസിഷൻ അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു HR മാനേജറുടെ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? അവർ 53% ആവറേജ് പെർസെൻറ്റേജ് ഗ്രോത്താണ് ഈ ഒരു ജോബ് സെഗ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു കമ്പനിക്ക് അവരുടെ HR, ഒരു ഹ്യൂമൻ റിസോഴ്സസ് നിയന്ത്രിക്കുന്ന ആളുകളെ വളരെയധികം ആവശ്യമാണ്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സസ്റ്റൈനബിലിറ്റി അനലിസ്റ്റ്. ഇത് മേ ബി ഇന്ത്യയിലാവില്ല, ഇന്ത്യക്ക് പുറത്തായിരിക്കും. കാരണം കാർബൺ സീറോ ഫുട് പ്രിൻറ്റ്സ്, അതേപോലെ തന്നെ സീറോ കാർബൺ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഒക്കെ ചർച്ചയാവുന്ന സ്ഥലത്ത് സസ്റ്റൈനബിലിറ്റി അനലിസ്റ്റ് എന്നുള്ളത് മേ ബി ഭാവിയിൽ ഇന്ത്യയിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ജോബാണ്. മറ്റ് രാജ്യങ്ങളിലൊക്കെ പല സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുന്നു, എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിൽ. സെയിൽസ് ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, നമുക്കറിയാം ഏത് കമ്പനി ഉണ്ടെങ്കിലും അവിടെ സെയിൽസ് ജോബ് ഉണ്ട്, മാർക്കറ്റിംഗ് ജോബ് ഉണ്ട്. നിങ്ങളെടുത്ത് നോക്കിയാൽ ഇത് പല ആൾക്കാരും ശ്രദ്ധ പതിപ്പിക്കാത്തൊരു സംഭവമാണ്. സെയിൽസിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ആവശ്യമുണ്ട്. കസ്റ്റമർ സക്സസ് അനലിസ്റ്റ്, ഇതും ഇന്ന വേ ഒരു കമ്പനിയുടെ മാർക്കറ്റിങ്ങുമായിട്ടും അതേ ഗ്രോത്തുമായിട്ടും ബന്ധപ്പെട്ടതാണ്. കസ്റ്റമർ സക്സസ് അസോസിയേറ്റ്, ഗ്രോത്ത് മാർക്കറ്റിംഗ് മാനേജർ, ടാലൻറ്റ് അക്വിസിഷൻ പാർട്ട്ണർ, വീണ്ടും അസോസിയേറ്റ് പാർട്ട്ണർ, ഇതൊക്കെ ഒരു HR മാനേജറുമായി ബന്ധപ്പെട്ടാണ്. വർക്ക് പ്ലേസ് കോർഡിനേറ്റർ, അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ജോബ്സ് ആണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ എഞ്ചിനീയറിംഗ്, നമ്മൾ മെഡിസിൻ, മറ്റ് പ്രൊഫഷൻസ് ഒക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജോബ് ഗ്രോത്ത് എവിടെയുള്ളത്? അത് ഒരു കമ്പനിയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ, അതേപോലത്തെ അവിടുത്തെ HR, അഡ്മിനിസ്ട്രേഷൻ, ഈ 3 ഏരിയയിലാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ 3 ഏരിയയിൽ നമ്മൾ എക്സൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് സ്കില്ലാണ് വേണ്ടത്? നമ്മൾ പഠിച്ച BSc കെമിസ്ട്രിയോ അല്ലെങ്കിൽ BTechോ അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആണോ വേണ്ടത്? അല്ല, ഒരിക്കലുമല്ല. അവിടെ നമുക്ക് വേണ്ടത് ഇൻ്റർപേഴ്സണൽ സ്കിൽസും, അതേപോലെ തന്നെ നമുക്ക് അവിടെ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസും, ഒരു ടീം ബിൽഡിങ്ങും, ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസാണ് ആവശ്യം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് ഡിഗ്രിക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും, അത് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലും ഏറ്റവും മോശം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലും, നിങ്ങളുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾ നന്നായി ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ജോബ് ലാൻഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കോളേജിൽ പോകുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്നുള്ളത് എന്തായിരിക്കണം? അത് നമ്മുടെ ഒരു കോർ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ എംപ്ലോയബിൾ ആവുക എന്നുള്ളതാവണം, അല്ലേ? അപ്പോൾ എംപ്ലോയബിൾ ആവണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഒരു കോർ അക്കാഡമിക് സ്കില്ലിനപ്പുറം ഇത്തരത്തിലുള്ള ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പുറത്ത് ഇനി ഏത് ജോബ്സാണ് ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ ചെയ്യപ്പെടുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ജോബ്സ് നഷ്ടപ്പെട്ടത് ഡാറ്റ എൻട്രി ക്ലർക്സിനാണ്. ബേസിക് ഡാറ്റ എൻട്രി വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ്, അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ് ജോബുകൾ, സെക്യൂരിറ്റി ഗാർഡ്സ്, പിന്നെ ബിൽഡിംഗ് കെയർ ടേക്കേഴ്സ് ആൻഡ് ഹൗസ് കീപ്പേഴ്സ്, കാഷ്യേഴ്സ്, പിന്നെ പോസ്റ്റൽ സർവീസ് ക്ലർക്സ്, ഷോപ്പ് സെയിൽ പേഴ്സൺസ്, ഇവർക്കൊക്കെയാണ് ഒരുപാട് ജോലി നഷ്ടപ്പെട്ടെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഓട്ടോമേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഡാറ്റ എൻട്രി, ക്ലറിക്കൽ വർക്കുകൾ, ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി AI കൂടി വരുന്നതോട് കൂടിയിട്ട്, ഇത് ChatGPT വരുന്നതിന് തൊട്ടുമ്പോൾ റിപ്പോർട്ടാണ്, അതുകൂടി വരുന്നതോട് കൂടിയിട്ട് ഇതിൽ വലിയൊരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ജോബ്സ് നമ്പേഴ്സ് കുറഞ്ഞു വരുന്നു. സെക്യൂരിറ്റി ഗാർഡ്സ്, അതേപോലെ തന്നെ ഹൗസ് കീപ്പേഴ്സ്, ഇവിടെയൊക്കെ ഒരുപാട് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഇവരൊക്കെ റീപ്ലേസ് ചെയ്യുന്നു. ഷോപ്പ് സെയിൽസ് പേഴ്സൺസ്, എന്തുകൊണ്ടാണ്? ഓൺലൈൻ സെഗ്മെൻറ്റിൽ ഒരുപാട് ജോബ്സ് വരുന്നു. അപ്പോൾ ഫിസിക്കലി ഉള്ള സെയിൽസ് പേഴ്സൺസ്, ഫിസിക്കലുള്ള ഷോപ്പ് സെയിൽസ് പേഴ്സൺസിന് ജോബ്സ് കുറഞ്ഞു വരുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ടെക്നോളജി എവിടെയൊക്കെ ആളുകളെ റീപ്ലേസ് ചെയ്യുന്നു, എവിടെയൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്നു, അവിടെയൊക്കെ നമ്പേഴ്സ് കുറയുന്നു. അപ്പോൾ എന്ത് കോർ സ്കിൽസാണ് 2023 എംപ്ലോയേഴ്സ് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നു? ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ഒരു ജോലിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സ്കിൽസാണ് ഒരു എംപ്ലോയർ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്? അപ്പോൾ ഇത് എംപ്ലോയേഴ്സിൻ്റെ അടുത്തിൽ സർവേ നടത്തിയ, വേൾഡ് എക്കണോമിക് ഫോറം സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട 5 സ്കിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 1, അനലിറ്റിക്കൽ തിങ്കിങ്. 2, ക്രിയേറ്റീവ് തിങ്കിങ്. 3, റെസിലിയൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് അജിലിറ്റി. 4, മോട്ടിവേഷൻ ആൻഡ് സെൽഫ് അവയർനെസ്. 5, ക്യൂരിയോസിറ്റി ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. ഈ 5 സ്കിൽസും ഒരു മനുഷ്യൻ്റെ പേഴ്സോണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു? നമ്മൾ നന്നായി ആലോചിക്കുന്ന ആളാണോ? അതല്ല ഒരു എംപ്ലോയർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ പറഞ്ഞാൽ ചെയ്യും, പറഞ്ഞില്ലെങ്കിൽ ചെയ്യൂല എന്നുള്ളതാണോ? റെസിലിയൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് അജിലിറ്റി. ഒരു ചാലഞ്ച് നമ്മുടെ മുമ്പിൽ വന്നാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി, റെസിലിയൻസ് നമുക്കുണ്ടോ? അതല്ല അതിന് മുമ്പിൽ നമ്മൾ മുങ്ങിപ്പോകുമോ? മോട്ടിവേഷൻ ആൻഡ് സെൽഫ് അവയർനെസ്. സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വൈബ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി നമുക്കുണ്ടോ? ക്യൂരിയോസിറ്റി ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ടോ? അതല്ല, ഇനി എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, ഇതാണ് എൻ്റെ ജോബ് റോൾ, ഇതിനപ്പുറം പോവില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. 6ാമത് വരുന്ന കാര്യമാണ് ടെക്നോളജിക്കൽ ലിറ്ററസി എന്നുള്ളത്. അത് ബേസിക് IT കാര്യങ്ങൾ അറിയാമെന്നുള്ളത്. അതിനേക്കാളും, അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ബേസിക് ടെക്നോളജിക്കൽ ലിറ്ററസി എന്നുള്ളത്. അതിനേക്കാളും മേലെയാണ് എന്ത് വരുന്നത്? അനലിറ്റിക്കൽ തിങ്കിങ്ങും അതേപോലെ ക്രിയേറ്റീവ് തിങ്കിങ്ങും ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെയാണ് അപ്പോൾ AI ആൻഡ് ബിഗ് ഡാറ്റ വരുന്നത് നമ്പർ 15 ആണ്. അതിന് കൂടും, പക്ഷേ നമ്പർ 15 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകൾ, അനലിറ്റിക്കൽ തിങ്കിങ്, റെസിലിയൻസ്, മോട്ടിവേഷൻ, സെൽഫ് അവയർനെസ്, നമ്മുടെ കോളേജുകളും കുറേയൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്തരം ഒരു അപ്പ് സ്കില്ലിങ്ങിലാണ് എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾക്ക് IT സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരാളൊരു ടീമിൽ ഇത്തരം സ്കിൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ടീമിൽ വർക്ക് ചെയ്യാൻ പ്രാപ്തനാവില്ല. അവൻ എന്ത് സ്കില്ലുണ്ടെങ്കിലും അവനെ പെട്ടെന്ന് പിടിച്ച് പുറത്താക്കും, അല്ലേ? ഇത് നമ്മൾ നോക്കുമ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ സ്കിൽസ്, ഇത് നമ്മൾ നോക്കുമ്പോൾ എത്രത്തോളം ഈ പുതിയ സ്കിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ Y ആക്സസിൽ ഷെയർ ഓഫ് ലേണിംഗ് അവേഴ്സ് ആണ്. ഓൺ കോഴ്സറയിൽ ഒരുപാട് കോഴ്സുകൾ ഉണ്ടല്ലോ. അത് ലേണിംഗ് അവേഴ്സ് നോക്കിയാൽ പ്രോഗ്രാമിങ്ങിന് ഒരുപാട് ലേണിംഗ് അവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓപ്പറേഷൻ, ഇതിനൊക്കെ ഒരുപാട് ലേണിംഗ് അവേഴ്സ്, ഒരുപാട് കോഴ്സുകളുണ്ട്. പക്ഷേ ആളുകൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് എല്ലാവർക്കും വേണ്ട ലീഡർഷിപ്പ് കോഴ്സുകൾ, ക്രിയേറ്റീവ് തിങ്കിങ്, അനലിറ്റിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ റെസിലിയൻസ്, ഫ്ലെക്സിബിലിറ്റി, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കോഴ്സ് ടൈംസ് വളരെ കുറവാണ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെയാണ് അപ്സ്കില്ലിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെ കൂടെ തന്നെ കോളേജുകളുടെ ഒരു പ്രസക്തി ഉള്ളത്. ഓൺലൈനിൽ പലപ്പോഴും ഇത്തരം സ്കിൽസ് പഠിച്ചെടുക്കുന്നിടത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും, അല്ലേ? കാരണം ഇതിൽ പലതും ഇൻ്റർപേഴ്സണൽ സ്കിൽസാണ്, സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയാണ് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ കോളേജുകളുടെ പ്രസക്തി ഉള്ളത്. ഇത് കോളേജുകളും തിരിച്ചറിയണം. കോളേജുകളുടെ പ്രസക്തി ഒരു അക്കാഡമിക് സബ്ജക്റ്റ് പഠിപ്പിക്കുക എന്നുള്ളതിലപ്പുറം അവരുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ആംഗിളിലോട്ട് മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അപ്സ്കില്ലിംഗ് കോഴ്സിനപ്പുറം നമുക്ക് പലപ്പോഴും ഒരു കോളേജ് ബേസ്ഡ് എഡ്യൂക്കേഷൻ വേണം എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു കോളേജിൽ നിന്നോ മറ്റൊക്കെ ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള സ്കിൽസ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് ഇൻസൈറ്റ്സ് നിങ്ങളുടെ മുമ്പിൽ തന്നു. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.